ഇന്നത്തെ സൂപ്പർ എക്സ്ക്ലൂസീവിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നിലപാട് വ്യക്തമാക്കി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മന്ത്രിസഭയിൽ അഴിച്ചുപണിയില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എല്ലാ മന്ത്രിമാരും നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഒരു അഴിച്ചുപണിയും ആലോചിക്കുന്നില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. പരിചയസമ്പത്തില്ലെന്ന വിമർശനത്തിൽ കഴമ്പില്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. സർക്കാരിന്റെ മുൻഗണന ഉടൻ നിശ്ചയിക്കാനും CPIM തീരുമാനിച്ചു. ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമായി നടത്തണമെന്ന നിലപാട് അറിയിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മന്ത്രിസഭയിൽ ഒരു പുനഃസംഘടന, ഒരു അഴിച്ചുപണിക്ക് CPM ആലോചിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ആലോചിക്കുന്നില്ല. ഒരാലോചനയുമില്ല. മന്ത്രിസഭയിൽ ഒരു തരത്തിലുള്ള മാറ്റം ആവശ്യമില്ല. മന്ത്രിസഭേൻ്റെ പ്രശ്നമല്ല ഇത്. ഈ പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായി അതിന് എന്തൊക്കെയാണ് മുൻഗണനാക്രമം എന്നതാണ് ഞങ്ങളിപ്പോൾ ആലോചിക്കാൻ പോകുന്നത്. ഈ സാമ്പത്തിക പ്രശ്നം പരിഹരിച്ചാൽ മറ്റെല്ലാ കാര്യത്തിലും സർക്കാർ ഓക്കെയാണ് എന്ന നിലയിലാണോ? അതെ, എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് നന്നായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ എല്ലാ മന്ത്രിമാരെ സംബന്ധിച്ചും നല്ല കഴിവുള്ളവർ തന്നെയാണ്. അവർ നല്ലപോലെ പ്രവർത്തിക്കുന്നുമുണ്ട്. ഈ 20-ാം തീയതി കഴിഞ്ഞ് വരുന്ന സ്റ്റേറ്റ് കമ്മിറ്റിയിൽ സർക്കാരിന് ഒരു പൊതുമാർഗ്ഗരേഖ തയ്യാറാക്കുന്ന നടപടികളാണോ ചെയ്യാൻ? അല്ലല്ല, ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്തിനാണ് മുൻകൈ കൊടുക്കിട്ടേണ്ടത് സർക്കാർ. പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ 62 ലക്ഷം ആളുകൾക്ക് പെൻഷനുണ്ട്. ഈ പെൻഷൻ നിർബന്ധപൂർവ്വം കൊടുക്കണം. അതിൻ്റെ കുടിശ്ശികയും കൊടുക്കണം. സമൂഹത്തിൻ്റെ പിന്നണിയിൽ നിൽക്കുന്ന ഏതാണ്ട് 10-20% വരുന്ന ആളുകൾക്ക് കിട്ടേണ്ടുന്ന പല ആനുകൂല്യങ്ങളുണ്ട്. ഈ ആനുകൂല്യങ്ങളെല്ലാം ചെറിയ ചെറിയ പൈസയായിരിക്കും. അതെല്ലാം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് എങ്ങനെ എന്നത് സംബന്ധിച്ചാണ് ഗവൺമെൻറ്റും പാർട്ടിയും എല്ലാം കൂടി ആലോചിച്ച് ഒരു കൃത്യമായ പദ്ധതി ഞങ്ങൾ ആസൂത്രണം ചെയ്യണമെന്ന് ഭാവി പരിപാടിയുടെ ഭാഗമായിട്ട് ആലോചിക്കുന്നത്. MV ഗോവിന്ദനുമായി സംസാരിച്ചത് പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് R ശ്രീജിത്താണ്. R ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു തത്സമയം ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ. ഗുഡ് ഈവനിംഗ് R ശ്രീജിത്ത്. ഗുഡ് ഈവനിംഗ് ശ്രീജിത്ത്, ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മന്ത്രിസഭയിൽ ഒരു മാറ്റം വേണ്ടതില്ല, ഭരണവിരുദ്ധ വികാരം തിരിച്ചടിക്ക് കാരണമായി എന്ന വിലയിരുത്തൽ രാഷ്ട്രീയ വിലയിരുത്തലായി ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും നിലവിലെ മന്ത്രിമാരെല്ലാം തുടരട്ടെ, അതേസമയം ക്ഷേമ പ്രവർത്തനങ്ങളിലൊക്കെ പറ്റിയ വീഴ്ച തിരുത്തണമെന്ന് കൃത്യമായി സർക്കാരിനെ ഉപദേശിക്കാൻ പാർട്ടി തീരുമാനിക്കുന്നു എന്ന കാര്യങ്ങൾ കൃത്യമായി ഊന്നി പറയുകയാണ്. എന്തൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്? സുജിയ, ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിലൊരു മുഖ്യ ഘടകമായി എന്ന അഭിപ്രായം CPIM-ന്റെ സംസ്ഥാന നേതൃത്വത്തിനില്ല. എന്നാൽ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ ഭരണവിരുദ്ധ വികാരം ഒരു ഘടകമായി എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനകത്ത് സുപ്രധാനമായി പറയുന്ന മറ്റൊരു കാര്യം, ഈ സർക്കാരിൻ്റെ സാമ്പത്തിക ഞെരുക്കത്തിനും ക്ഷേമ പദ്ധതികളിലെ പിന്നോക്കാവസ്ഥയ്ക്കുമൊക്കെ കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സംസ്ഥാനത്തുള്ള അവഗണനയാണ്, സാമ്പത്തിക ഉപരോധമാണ് എന്നത് തന്നെ. എന്നാൽ അതിനെതിരെ ക്യാമ്പയിൻ ചെയ്തിട്ടും അത് വേണ്ട വിധം ജനങ്ങൾക്കിടയിൽ അത് എത്തിയില്ല, മറിച്ച് അതിന് വിപരീത ഫലമാണ് ഉണ്ടായത് എന്ന അഭിപ്രായമാണ് കേന്ദ്ര കമ്മിറ്റി പൊതുവിൽ മുന്നോട്ട് വെക്കുന്നത്. സംസ്ഥാന നേതൃത്വം ഭരണവിരുദ്ധ വികാരമേ ഇല്ല എന്ന നിലപാടിലുമാണ്. അതുകൊണ്ടാണ് ഈ മന്ത്രിസഭയിൽ ഒരു പുനഃസംഘടനയെക്കുറിച്ച് ആലോചനയില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തീർത്തു പറയുന്നത്. മന്ത്രിസഭയിൽ ഏതെങ്കിലും തരത്തിലൊരു അഴിച്ചുപണി നടത്താൻ CPIM ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അസന്നിഗ്ധമായി MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നത്. എല്ലാ മന്ത്രിമാരുടെയും പ്രവർത്തനം മികച്ചതാണ്, പരിചയസമ്പത്തില്ല എന്ന വിമർശനം കണക്കിലെടുക്കുന്നില്ല. മന്ത്രിമാരാകുമ്പോഴാണ് എല്ലാവരും പരിചയസമ്പത്ത് ഉണ്ടാകുന്നത്. പ്രവർത്തിക്കാതെ ആർക്കും പരിചയസമ്പത്ത് ലഭിക്കില്ല. പല മന്ത്രിമാരും അത്തരത്തിൽ പരിചയസമ്പത്ത് ഉണ്ടാക്കിയത് അങ്ങനെ തന്നെയാണ്, അത് പരിചയസമ്പത്ത് ആർജിച്ചെടുക്കുന്നതാണ് എന്ന ഒരു വീക്ഷണമാണ് MV ഗോവിന്ദൻ പ്രകടിപ്പിക്കുന്നത്. എന്നാൽ സർക്കാരിൻ്റെ മുൻഗണന മാറണം. ആ മുൻഗണനാക്രമം എങ്ങനെയാണ് മാറേണ്ടത്, ഏതൊക്കെ മേഖലയിലാണ് കേന്ദ്രീകരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ആലോചിക്കാനാണ് ഈ മാസം 20, 21, 22 തീയതികൾ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി യോഗങ്ങൾ ചേരുന്നത്. ഈ യോഗത്തിൽ വെച്ച് ക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കുന്നതിനും ഒപ്പം തന്നെ അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും അടക്കമുള്ള അടിസ്ഥാന വിഭാഗത്തിൻ്റെ എല്ലാം ആനുകൂല്യങ്ങൾ നൽകുന്നതിനുള്ള ഒരു സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക നൽകുന്നതടക്കമുള്ള കാര്യങ്ങളുടെ തീരുമാനം വേണം. അത്തരം കാര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് സർക്കാരിൻ്റെ പൊതുവിലുള്ള പദ്ധതികളുടെയും പ്രവർത്തനങ്ങളുടെയും ഒരു മുൻഗണന പുതുക്കി നിശ്ചയിക്കുക എന്നതാണ് ഈ യോഗത്തിൻ്റെ അജണ്ട എന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കുമ്പോൾ, സർക്കാർ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഊന്നി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ പദ്ധതികളുടെ മുൻഗണന പുനഃക്രമീകരിക്കാൻ പോകുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ആശ്രയിച്ചിട്ട് CPIM-ന്റെ ആലപ്പുഴ ജില്ലാതല റിപ്പോർട്ടിങ്ങിൽ CPIM സംസ്ഥാന സെക്രട്ടറി കള പറിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നതായി കണ്ടിരുന്നു. കളകളുള്ളത് പുന്നപ്ര വയലാറിന്റെ മണ്ണിലാണ്, അത് പറിച്ചു കളഞ്ഞേ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അതായത് തിരുത്തേണ്ടതൊക്കെ തിരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നല്ലേ ഈ റിപ്പോർട്ടിങ്ങിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്?
തിരുത്തും എന്നാണ് അദ്ദേഹം ഈ ജില്ലാതല റിപ്പോർട്ടിങ്ങിൽ ആവർത്തിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് ഈ നെല്ല് കതിരായാൽ പിന്നെ കളപറിക്കുക പാടാണ്. അത്തരത്തിൽ കതിർപ്പൊക്കം വെച്ച നെല്ലിനിടയിൽ നിന്ന് എങ്ങനെ കളപറിച്ചു മാറ്റാൻ കഴിയും, എങ്ങനെയുള്ളൊരു തിരുത്തലിലേക്കാണ് CPM എത്താൻ പോകുന്നത് എന്നതാണ് ഏറെ കൗതുകരമായ കാര്യം. എന്തായാലും ആലപ്പുഴയിൽ വിഭാഗീയ പ്രശ്നങ്ങളുണ്ട്. ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയുടെ തോൽവിക്ക് സംഘടനാ ദൗർബല്യങ്ങളും പ്രശ്നങ്ങളും കാരണമായിട്ടുണ്ടെന്ന് CPM കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഹരിപ്പാട്, കായംകുളം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നിയമസഭാ മണ്ഡലങ്ങളിൽ LDF 3-ാം സ്ഥാനത്തേക്ക് പോയി. ഹരിപ്പാട് രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്ന മണ്ഡലമാണെങ്കിലും സംഘടനാ ശക്തിയിലും വോട്ട് എണ്ണത്തിലുമൊക്കെ LDFന് മുൻതൂക്കമുള്ള ഒരു സ്ഥലമാണ്. രമേശിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ അവിടെ ജയിക്കുന്നുവെന്ന് മാത്രം. കായംകുളത്താണെങ്കിൽ LDFന് വലിയ രാഷ്ട്രീയ മേധാവിത്വം ഉള്ള സ്ഥലമാണ്. അവിടങ്ങളിലൊക്കെ 3-ാം സ്ഥാനത്തേക്ക് പോയത് സംഘടനാ ദൗർബല്യങ്ങൾ കൊണ്ടുകൂടിയാണ് എന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ഈ കളവരക്കലിൻ്റെ ഒരു ഉദാഹരണം അദ്ദേഹം അവിടെ പ്രയോഗിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, കള പറിക്കുമ്പോൾ അതിൽ ഏതാണ് കള, ഏതാണ് നെൽക്കതിർ എന്നറിയുന്നതിനായി നമുക്ക് നോക്കിയിരിക്കാം. ആലപ്പുഴ CPMലേക്ക് ആർ ശ്രീജിത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.